ഫയലൊക്കെ ക്ലിയർ ചെയ്തായിരുന്നോ? ആ ഒക്കോ, അതൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പിന്നെ കാവ്യ, വേദ, ഞാൻ അന്ന് പറഞ്ഞ കാര്യം എന്തായി? നിങ്ങൾ അവന്മാരെ പറ്റി കൂടുതൽ അന്വേഷിച്ചോ? കുക്കു അത് അന്വേഷിച്ചു. ബട്ട് അവര് ഏത് ഫയലാ ആ സ്റ്റോക്ക് റൂമിൽ കയറി അന്വേഷിച്ചെന്ന് അറിയാൻ പറ്റിയില്ല. എന്ത് വന്നാലും നമ്മൾ വിചാരിച്ച പോലെ അവരത്ര നിസ്സാരക്കാരല്ല. അത് കാവ്യ പറഞ്ഞത് ശരിയാ. പിന്നെ നീ അന്ന് പറഞ്ഞപ്പോ എനിക്കെല്ലാം മനസ്സിലായി. അവന്മാരത്ര നിസ്സാരക്കാരല്ല. പിന്നെ ഇവന്മാര് ജോബിന് വന്ന ടൈമിലുള്ള ഇവന്മാരുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഞാൻ സിദ്ധാർത്ഥ അങ്കിളിന് കൊടുത്തായിരുന്നു. അതൊക്കെ ചെക്ക് ചെയ്തിട്ട് നാളെ ഈവനിങ് 4 മണിക്ക് എത്തിക്കാമെന്നാ പറഞ്ഞ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ അവരെ പറ്റി അന്വേഷിക്കുന്നുമില്ല. പിന്നെ നീ അന്ന് അവരെ സ്റ്റോക്ക് റൂമിൽ വെച്ച് കണ്ടിട്ടുമില്ല. ആ ഭാവം വേണം നമ്മൾ ഇനി അവരോട് കീപ്പ് ചെയ്യാൻ. എന്തായാലും അവന്മാര് ഏത് ഫയലാ അന്വേഷിക്കുന്നതെന്ന് അറിഞ്ഞേ പറ്റൂ. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? എന്നും ഉള്ളതുപോലെയുള്ള ഒരു ചിരിയും കളിയും അടുപ്പവും ഇപ്പൊ അവന്മാർക്ക് നമ്മളോടെ ഇല്ല. അത് കാവ്യ പറഞ്ഞത് ശരിയാ. അല്ലെങ്കിലും വന്നു കയറുന്നതിന് മുമ്പേ ക്യൂട്ടിയെന്നും ബണ്ണിയെന്നും വിളിച്ചും കൊണ്ട് വരുന്നവരാ. പക്ഷെ ഇപ്പൊ അത് കാണുന്നില്ല. എന്താ ഒരു അകൽച്ച അവര് പാലിക്കുന്നുണ്ട്. എന്തായാലും അവന്മാരെന്തോ ഒരു വലിയ കളിയാ കളിക്കുന്നേ. കണ്ടുപിടിക്കണം. പിന്നെ എനിക്കൊരു ഡൗട്ടുണ്ട്. ഇനി ഇവന്മാരും ആ DK ഗ്രൂപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോന്ന്. കുക്കു, നിന്റെ ഈ ഡൗട്ട് ഞങ്ങൾക്കും ഉണ്ട്. പിന്നെ നിനക്കറിയാലോ, നമ്മുടെ ഈ പ്രോജക്റ്റിലെ പ്രോപ്പർട്ടി ഇല്ലീഗലായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ മാഫിയാസ് ആണെന്ന്, അതായത് ആ DK ഗ്രൂപ്പ്. ബട്ട് ആരൊക്കെയാണ് അവരെന്നുള്ള കാര്യം നമുക്കറിയില്ല. അതറിയണമെങ്കിൽ നാളത്തെ സിദ്ധാർത്ഥ അങ്കിളിന്റെ ഇമെയിൽ വരണം. പിന്നെ നമ്മൾ സംശയിക്കുന്നത് പോലെ അവന്മാർ ആ DK ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ അവർക്കുള്ള കുഴി അവന്മാര് തന്നെ തോണ്ടുക. അത് നീ പറഞ്ഞത് ശരിയാ. പിന്നെ മറഞ്ഞിരുന്ന് ഐഡന്റിറ്റി മാറ്റി കളിച്ച ആരും കണ്ടുപിടിക്കില്ല എന്നൊരു വിചാരം ഉണ്ട് അവന്മാർക്ക്. നാളെ അവന്മാരുടെ ഫോട്ടോ കാണുന്നതോടുകൂടി ആ വിചാരം അങ്ങ് മാറും. വെളിച്ചത്തെ ഭയന്ന് ഇരുട്ടിനെ കൂട്ടുപിടിക്കുന്നവർക്ക് ബുദ്ധിയൊരൽപ്പം കുറവായിരിക്കും. നാളത്തോടുകൂടി ദി ഗെയിം ഓഫ് DK ഗ്രൂപ്പ് ഈസ് ഓവർ ആൻഡ് വി പ്ലേ ദ റിയൽ ഗെയിം ഫോർ ദം. യു ആർ റൈറ്റ് കുക്കു. ഓക്കെ, നേഹ എവിടെ പോയതാ? അത് ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയി. നേഹ CCTV ഫുട്ടേജ് ഒക്കെ ചെക്ക് ചെയ്യാൻ പോയതാ. റൂമിന്റെ കീ കൃതികേടിന്റെ കയ്യിലാണല്ലോ. അപ്പോൾ അത് നേഹ വിചാരിച്ചാലേ എടുക്കാൻ പറ്റൂ. ഇനി ഇവന്മാരെ പറ്റി എന്തെങ്കിലും ക്ലൂ കിട്ടണമെങ്കിൽ അത് CCTV വിഷ്വൽസിലൂടെ മാത്രമേ കിട്ടുള്ളൂ. ബിക്കോസ് നമ്മുടെ കമ്പനിയിലെ ക്യാമറാസ് എവിടെയൊക്കെയാണെന്ന് നമുക്കും നമ്മുടെ ഭർത്താക്കന്മാർക്കും മാത്രമല്ലേ അറിയൂ. ഇനി അവന്മാരെ കള്ളത്തരം പൊക്കാൻ പറ്റിയത് ആ വിഷ്വൽസിൽ നിന്നും കിട്ടാതിരിക്കില്ല. അത് ശരിയാകുക്കോ. എന്തായാലും നേഹ വരട്ടെ, എന്തേലും കിട്ടാതിരിക്കില്ല. പിന്നെ വേദ, നീ ഇന്നലത്തെ കേസ് ഫയൽസ് ഒക്കെ നോക്കിയായിരുന്നോ? എന്താ അവന്മാര് ചെയ്ത ക്രൈംസിന്റെയൊക്കെ സെക്ഷൻസ് ഒക്കെ? ഞാനത് ഇന്നലെ തന്നെ ചെക്ക് ചെയ്തായിരുന്നു. ഞാൻ വായിച്ച ഫയൽസ് മുഴുവനിലും ഇവന്മാര് ചെയ്തിട്ടുള്ളത് റേപ്പാണ്. സോ ഇവന്മാര് ആദ്യം അകത്താകുന്നത് ഇതിന്റെ പേരിലായിരിക്കും. ബിക്കോസ് ഈ മുംബൈ സിറ്റിയിൽ തന്നെ ഇവരുടെ പേരിൽ ഏകദേശം 120 റേപ്പ് കേസാണ് ഉള്ളത്. പിന്നെ നമ്മൾ അഡ്വക്കേറ്റ്സിനെ സംബന്ധിച്ച് ഇതൊരു റേപ്പാണെന്ന ടേം ഉപയോഗിക്കാൻ പറ്റില്ല. ബിക്കോസ് ഇന്നലെ കേസ് ഫയൽ വായിച്ചു നോക്കിയപ്പോൾ അതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഇവർ നടത്തുന്നത് വെറും ഒരു റേപ്പല്ല, ഇറ്റ്സ് എ സെക്ഷൽ അസാൾട്ട്. ആസ് പെർ ദ ഇന്ത്യൻ പാനൽ കോഡ് സെക്ഷൻ 375 ആണ് സെക്ഷൽ അസാൾട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാനും കൂടെ വരട്ടെ, അത് കഴിഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. നേഹ, നീ വന്നോ? എന്തായി കാര്യങ്ങള്? വല്ലതും കിട്ടിയോ? അതൊക്കെ കിട്ടി. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പൊ വേദ, യു കണ്ടിന്യൂ. അപ്പോ സെക്ഷൻ 375 റിലേറ്റ് ചെയ്ത് 2 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ്, ഇത് സെക്ഷൽ അസാൾട്ട് ആവണമെങ്കിൽ ഈ ക്രൈം ചെയ്തത് എഗെയിൻസ്റ്റ് ഹെർ വിൽ, ആൻഡ് ദ സെക്കൻഡ് വിത്തൗട്ട് ഹെർ കൺസെന്റ്. ഞാൻ വായിച്ചിട്ടുള്ള ഇവന്മാരുടെ ഫീമെയിൽ റിലേറ്റഡ് ആയ കേസ് എല്ലാം ഫസ്റ്റ് വന്നിരിക്കുന്നത് ഈ സെക്ഷൽ അസാൾട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് മാത്രമാണോ ഇവന്മാർക്ക് ഫീമെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈംസ്? ഇല്ല നേഹ, എൻ്റെ കേസ് ഫയൽസിലെ ഫസ്റ്റ് കേസ് മാത്രമാണ് ഇത്, അതും ഫീമെയിൽ റിലേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ വേദ, then what's the other crimes? Financial abuse, illegal organ export and transport, I mean female sex organs, then smuggling and so on. പിന്നെ ഇവന്മാർക്ക് പെൺകുട്ടികളെ ഡ്രഗ് അഡിക്റ്റ് ആക്കി വിൽക്കുന്ന പരിപാടിയുണ്ട്. ഇറ്റ്സ് ബിക്കോസ് ഫോർ ദ കൊമേഴ്ഷ്യൽ പർപ്പസ്. അപ്പോൾ ഇതെല്ലാം 375 വരുന്നതാണോ? അങ്ങനെയാണെങ്കിൽ വാട്ട്സ് ദ പെനാലിറ്റീസ്? കാവ്യ, സെക്ഷൻ 375 ആണ് ക്രൈം എങ്കിലും പെനാലിറ്റീസ് ഓർ പണിഷ്മെന്റ് ആർ വേരിഡ് അണ്ടർ ദ IPC സെക്ഷൻ 376.
As per the section 376, sexual assault, criminals are punished to 7 to up to 10 years. അതൊന്നും പോരാ അവന്മാർക്ക്. പിന്നെ ഇവന്മാരെ ശിക്ഷ അത് തീരുമാനിക്കുന്നത് ഞങ്ങളാ. പിന്നെ വേദ, ഐ ഹാവ് എ ഡൗട്ട്. എന്താ കാവ്യ? ഈ ഓർഗൻ ട്രാൻസ്പോർട്ടിലൂടെയാണ് ഇവന്മാര് ഒരുപാട് ഇൻകം അറ്റൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവന്മാര് പലതരത്തിലുള്ള ഓർഗൻ എക്സ്പോർട്ടാണ് നടത്തുന്നത്. സോ ഓർഗൻ എക്സ്പോർട്ട് ആൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഓർഗൻ റിമൂവൽ ഇതെല്ലാം ഒരു കേസായി വരുമോ? നോ കാവ്യ, ഇറ്റ് വിൽ നെവർ ഹാപ്പൻ. ബിക്കോസ് നീ പറഞ്ഞതുപോലെ ഇവന്മാര് നടത്തുന്നത് പലതരത്തിലുള്ള ഓർഗൻ ട്രാൻസ്പോർട്ടാണ്. ഇതെല്ലാം നിയമത്തിന്റെ ഭാഷയിൽ പലതരത്തിലുള്ള പണിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ക്രൈംസ് ആണ്. ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഇവർ നടത്തുന്നത് 3 തരത്തിലുള്ള ഓർഗൻ ട്രാൻസ്പോർട്ടാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ചൈൽഡ് ഓർഗൻ ട്രാഫിക്കിംഗ്, ആൻഡ് സെക്കൻഡ് ഓർഗൻ റിമൂവൽ ട്രാഫിക്കിംഗ്, അറ്റ് ലാസ്റ്റ് ദ സെക്ഷൽ ഓർഗൻ ട്രാൻസ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇവന്മാരുടെ ഓർഗൻ ട്രാൻസ്പോർട്ട് ക്രൈം. അപ്പോൾ ബാക്കിയുള്ള ക്രൈംസ് ഒക്കെ ഡ്രഗ് ഡീലിങ്സ് ആൻഡ് അൺകൺട്രോൾഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫാർമസി ഡ്രഗ്സ്. ഇത് ഉപയോഗിച്ചാണ് ഇവന്മാർ മെയിൻ വരുമാനം ഉണ്ടാക്കുന്നത്. And also the income is also based on the US dollars. I think almost 840 million to 1.4 billion US dollars വരെ ഇവന്മാർ ഇത് ഉപയോഗിച്ച് നേടുന്നുണ്ട്. ദൈവമേ, ഇതൊരു ഹ്യൂജ് എമൗണ്ട് ആണല്ലോ വേദ. യെസ് നേഹ, because the case of organ transport and drug selling are the mass benefits and also these crimes are related to each other. ഇനി ഇവന്മാർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ബാക്കിയുള്ള ക്രൈംസ് എന്ന് പറയുന്നത് ഇല്ലീഗൽ ലാൻഡ് ഹോൾഡിംഗ്, ടോർച്ചറിങ് ആൻഡ് അങ്ങനെയൊക്കെ. പിന്നെ ഇവന്മാർ നടത്തുന്ന മറ്റ് മർഡേഴ്സൊക്കെ ഇവരെ വാക്കുകൾ തള്ളിക്കളയുന്നവരോടും ഇവരുടെ കൊള്ളരുതായ്മയ്ക്ക് കൂട്ടു നിൽക്കാത്തവരോടും കൂടിയാണ്. അല്ല വേദ, ഈ ഇല്ലീഗൽ പ്രോപ്പർട്ടി ഹോൾഡിംഗ് കേസൊക്കെ എങ്ങനെയാ? ആദ്യം ആ പ്രോപ്പർട്ടിയുടെ എല്ലാ വിധത്തിലുള്ള ഹോൾഡിംഗ് ഡോക്യുമെന്റ്സ് വേണം, അത് ഇല്ലീഗൽ ആണെങ്കിൽ പോലും. പിന്നെ വേണ്ടത് മുദ്രപത്രങ്ങളാണ്. അത് ഉപയോഗിച്ചാണ് പ്രോപ്പർട്ടിയുടെ റിയൽ ഓണേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. സെക്ഷൻ 4 അതനുസരിച്ചായിരിക്കും ആ കേസ് മുന്നോട്ട് പോകുന്നത്. I mean, it explains that prohibition of holding illegal record property. ഇതിന്റെ പെനാലിറ്റീസ് എന്ന് പറയുമ്പോൾ IPC സെക്ഷൻ 415. According to the section, we punished with imprisoned for a term which shall not be less than 1 year but which may be extended to 3 years and with the fine which may extend to 25,000. പിന്നെ ഇതിങ്ങനെ വരാനുള്ള മെയിൻ റീസൺ ഇവന്മാരുടെ കേസിൽ ഈ സെക്ഷൻ 415 ലാൻഡ് ഗ്രാബിംഗ് ഒഫൻസ് ആയിട്ട് മാറും. അപ്പോൾ എന്തായാലും വധശിക്ഷ കിട്ടാനുള്ള എല്ലാ വകുപ്പും ഇവന്മാരുടെ കയ്യിൽ തന്നെ ഉണ്ട്. യെസ് നേഹ, ബട്ട് ആ വധശിക്ഷ നടപ്പിലാക്കുന്നത് നമ്മളാണെന്ന് മാത്രം. യു ആർ റൈറ്റ് വേദ. ജയിലിൽ സുഖവാസത്തിന് അയക്കാനല്ല അവന്മാരെ ഇത്രയും നാള് നമ്മൾ കഷ്ടപ്പെട്ട് അന്വേഷിച്ചത്. അത് കാവ്യ പറഞ്ഞത് ശരിയാ. പിന്നെ അവന്മാരെ കൊല്ലുന്നത് രണ്ടാമത്തെ കാര്യം. ഇപ്പോ ആ ജീവിച്ചിരിക്കുന്ന തന്തേനെ കൊല്ലാനാ നോക്കേണ്ടത്. സോ എങ്ങനെയാ അവനെ അങ്ങ് തീർക്കേണ്ടത്? കുക്കു, ആ പ്ലാനൊക്കെ സെറ്റാണ്, നീ ടെൻഷൻ അടിക്കണ്ട. ഇന്ന് ഈവനിങ് അങ്ങയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കും. പിന്നെ പലരും ചെയ്യുന്ന പോലെ പാതിരാത്രിയിൽ ഒളിച്ചിരുന്ന് അസ്ത്രം വിടുന്നത് പോലെയല്ല, പട്ടാപ്പകൽ അതും നേർക്ക് നേർ നിന്ന് അവനുള്ള ശിക്ഷ നമ്മൾ നടപ്പിലാക്കും. അതൊക്കെ ശരി തന്നെയാ കാവ്യ, ബട്ട് നമ്മൾ എങ്ങനെയാ ഇന്ന് ഈവനിങ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നേ? നേഹ, അതല്ലേ പറഞ്ഞത് ഇന്നത്തെ പ്ലാൻ എല്ലാം സെറ്റാണെന്ന്. അല്ല വേദ, എന്നാലും കുക്കു, നീ പേടിക്കണ്ട. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളുടെ ഹാൽദി ഫംഗ്ഷനാ ഇന്ന് വൈകുന്നേരം. സോ നമുക്ക് അവിടെ പോണെന്ന് പറഞ്ഞിറങ്ങാം. ആ, അതെന്തായാലും നല്ലൊരു ഐഡിയ തന്നെയാ. അതേ കുക്കു, പിന്നെ ഹാൽദി ഫംഗ്ഷൻ ആകുമ്പോൾ അവിടെ മെൻസ് അലൗഡ് അല്ലല്ലോ. സോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എളുപ്പമാവും. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ എന്ത് വന്നാലും ആ ഫംഗ്ഷന് പോകണം. പോയതിന് ശേഷം മാത്രമേ അവൻ്റെ അടുത്തേക്ക് പോകാവൂ. അത് ഞാനും വേദയും ചേർന്ന് അവൻ്റെ അടുത്ത് പോകും. നിങ്ങൾ വേറൊരു കാറുമായിട്ട് അവിടെ വന്ന് നിന്നാൽ മതി. അല്ല കാവ്യ, നിങ്ങൾ ഒറ്റയ്ക്ക് എങ്ങനെയാ? അതോർത്ത് പേടിക്കണ്ട നേഹ. കുക്കു, അവനെ 1 മണിക്കൂറത്തേക്ക് അൺകോൺഷ്യസ് ആക്കണം. അപ്പോൾ അതിനുള്ള മെഡിസിൻ അത് നീ വേണം ഞങ്ങൾക്ക് തരാൻ. അതൊക്കെ ഞാൻ തരാം, ബട്ട് വാട്ട്സ് ദ പ്ലാൻ? ഇറ്റ്സ് സിമ്പിൾ കുക്കു. ഞാനും വേദിയും ചേർന്ന് അവനെ അൺകോൺഷ്യസ് ആക്കി നിന്റെ കയ്യിൽ അങ്ങ് ഏൽപ്പിക്കും. പിന്നെ അവൻ കണ്ണു തുറക്കുന്നത് ക്രൈം ബ്രാഞ്ചിലെ ഡോക്ടർ കൃതികയുടെ ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കണം. പിന്നെ ബോധം വരുന്ന സമയത്ത് എനിക്ക് വേദയ്ക്കും നേഹിക്കും കൊടുക്കാനുള്ളത് പലിശ സഹിതം കൊടുത്തിട്ട് ആ ബോഡി അങ്ങ് നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. പിന്നെ നടത്തേണ്ടത് കുക്കു നിന്റെ പണികളാ. കുക്കു, കാവ്യ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിനക്ക് മനസ്സിലായല്ലോ.
ജീവനോടെ തന്നെ അവൻ മരണവേദന എന്താണെന്നറിയണം. ഇഞ്ചിഞ്ചായിട്ട് നീ അവനെ തീർക്കണം. പിന്നെ നേഹ, കൊക്കുവിൻ്റെ പണി കഴിഞ്ഞ് ബോഡി പാഴ്സലാക്കി നിന്റെ കയ്യിൽ അങ്ങ് ഏൽപ്പിക്കും. നീ കറക്റ്റ് സ്പോട്ടിൽ അത് എത്തിച്ചാൽ മതി. ബിക്കോസ് യു നോ ഹൗ ക്യാമറാസ് ആർ ക്യാപ്ചറിങ് ഈസിലി ദിസ് പാക്കേജസ് ഇൻ കറക്റ്റ് സ്പോട്ട്. വേദ, ഐ നോ വേദ, എനിക്ക് മനസ്സിലായി. ഇനിയൊരു അന്വേഷണം വന്നാൽ ആ DK ഗ്രൂപ്പ് തന്നെ സ്വന്തം തന്തയെ കൊന്നെന്ന പേരിൽ സംശയിക്കപ്പെടണം. Am I right? യു ആർ റൈറ്റ്. ദെൻ ദ നെക്സ്റ്റ് ഡേ ന്യൂസ് മുഴുവനും അതിക്രൂരമായി കൊല്ലപ്പെട്ട ഡിക്സൺ ക്രിസിൻ്റെ ഫോട്ടോ ആയിരിക്കണം. അറ്റ് ദാറ്റ് ടൈം ദ റിയൽ DK ഗ്രൂപ്പ് കംസ് ഇൻ ഫ്രണ്ട് ഓഫ് ലൈറ്റ്. എന്ന് വെച്ചാൽ അവന്മാർ നമുക്കെതിരെ കളിച്ച അതേ ആയുധങ്ങൾ വെച്ച് നമ്മൾ അവർക്കെതിരെ കളിക്കുന്നു. ഓക്കെ, പ്ലാൻ ഈസ് ഗ്രേറ്റ്, ബട്ട് ഡിക്സന്റെ അടുത്ത് ഹൈ സെക്യൂരിറ്റി ആൻഡ് ഗാർഡ്സ് ഇതെല്ലാം കാണും. സോ ഹൗ വി ക്യാൻ ഓവർകം ഇറ്റ്? കുക്കു, അതൊക്കെ ചെയ്യാൻ ആള് അവിടെ എത്തും. സോ ആ കാര്യത്തിൽ നീ പേടിക്കണ്ട. ആണോ? ഹൂസ് ദാറ്റ്? ദ വൺ ആൻഡ് ഓൺലി മിസ്റ്റർ ഋത്തിക് കൃഷ്ണ. ഋത്തിക് ഏട്ടനോ? അപ്പോ ഏട്ടനും ഈ പ്ലാനിനെ പറ്റി അറിയോ? കുക്കു, ഈ പ്ലാനിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഋത്തിക് ഏട്ടനാണ്. പിന്നെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ നമ്മുടെ നവിയേട്ടനും ഇനി മുതൽ ഋത്തിക് ഏട്ടന്റെ കൂടെ കാണും. അല്ല, അപ്പൊ നവിയേട്ടനും ഈ കാര്യങ്ങളൊക്കെ അറിയോ? ഏയ് ഇല്ല നേഹ, നവിയേട്ടന് ഇതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അല്ല, അപ്പൊ പിന്നെ ഇന്ന് ഈവനിങ്ങിലെ കാര്യം? ഇന്ന് ഈവനിങ് ഋത്തിക് ഏട്ടൻ നവിയേട്ടനെ മാറ്റിയിട്ടായിരിക്കും അവിടെ നിന്ന് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ടൈമായിരിക്കും. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കറക്റ്റ് 7 മണിക്ക് തന്നെ നമ്മൾ അവരുടെ പണി തീർത്ത് വീട്ടിലെത്തിയിരിക്കണം. കാരണം ഋത്തിക് ഏട്ടൻ നവിയേട്ടനെയും കൊണ്ട് 8 മണിക്ക് വീട്ടിലെത്തും. സോ അറ്റ് ദ സെയിം ടൈം നമ്മൾ കയറി ചെല്ലുന്നത് അത്ര നല്ലതല്ല. ഓക്കെ വേദ, അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തോളാം. പിന്നെ നേഹ, നിനക്ക് കിട്ടിയ CCTV ഫുട്ടേജ് എവിടെ? അവന്മാരെ പിടിക്കാനുള്ള എന്തെങ്കിലും അതിലുണ്ടോ? അത് ഞാൻ പറയുന്നതിനെക്കാട്ടിലും നിങ്ങൾ കാണുന്നതാ നല്ലത്. ഇതാ ഒന്ന് കണ്ടു നോക്ക്. മിസ്റ്റർ നവനീത്, ഫയൽസ് ഒക്കെ എവിടെ? യുവർ ടൈം ഈസ് ഓവർ. ഇതാ സാർ, ഞാൻ ഫയലെല്ലാം വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഓ ഗുഡ്, താങ്ക് യു സാർ. ഇതെന്താടോ, 2 ഫയൽസ് അല്ലേ ഉള്ളൂ? ഞാൻ തനിക്ക് 4 ഫയൽസ് തന്നതല്ലേ, ബാക്കി 2 എവിടെ? സോറി സാർ, സാർ തന്ന ടൈമിൽ എനിക്ക് 2 ഫയല് മാത്രമേ വെരിഫൈ ചെയ്യാൻ പറ്റിയുള്ളൂ. വാട്ട്? എന്ത് കെയർലെസ് ആയിട്ടാ മിസ്റ്റർ നവനീത് താൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നേ? സോറി സാർ, ഈ ഫയലൊക്കെ നല്ല ടഫാണ്. സോ എനിക്ക് ഇനി സമയം വേണ്ടി വരും. എന്ത് ടഫ്? ഞാൻ നോക്കിയിട്ടില്ല, ഒരു ടഫും കാണുന്നില്ലല്ലോ. ഇതൊക്കെ എങ്ങനെ നിനക്ക് നിസ്സാരമായിട്ട് പറയാൻ കഴിയുന്നു മിസ്റ്റർ നവനീത്? ഓഹോ, എനിക്കങ്ങോട്ട് ചൊറിഞ്ഞു വരുന്നുണ്ട് അങ്ങനെ ഒരു മിസ്റ്റർ നവനീത്. പണ്ടൊക്കെ എന്ത് സ്വീറ്റ് ആയിട്ടാ നവി എന്ന് വിളിച്ചിരുന്നേ. ആ വാ കൊണ്ട് തന്നെ നവനീതൊന്നും. ഓഹോ, പറഞ്ഞിട്ടും കാര്യമില്ല, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഡോ, താൻ ആലോചിച്ചോണ്ട് നിൽക്കുവാ? താനെന്താ ഞാൻ പറഞ്ഞ ഫയൽ 1 അവറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് തീരാത്തത്? സാർ, അത് അത്രയ്ക്കും ടഫായിരുന്നു സാർ. സോറി സാർ. നോ മോർ എക്സ്പ്ലനേഷൻ. ഇതൊക്കെ എങ്ങനെയാണെങ്കിൽ കേസ് ഫയലൊക്കെ താൻ എങ്ങനെ അനലൈസ് ചെയ്ത് തരിക? തനിക്ക് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ മിസ്റ്റർ നവനീത്? പറ്റില്ല, ഇനിയും പറ്റില്ല. ഞാൻ ഇത്രയ്ക്ക് താന്നു കൊടുത്തിട്ട് ഇങ്ങനെ തലേ കയറുക. എടാ ഋത്തികേട്ടാ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്? തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലേ? എന്നെ കൊണ്ട് 1 മണിക്കൂർ ഇത്രയൊക്കെ ഫയലേ ചെയ്യാൻ പറ്റൂ. എന്നാ പിന്നെ മിസ്റ്റർ നവനീത്, താൻ ഈ ജോലി ഒന്ന് റിസൈൻ ചെയ്തേക്ക്. അതാവുമ്പോ ഉത്തരവാദിത്തമുള്ള ഒരാളെ എനിക്ക് ഈ ജോലി ഏൽപ്പിക്കാമല്ലോ. ഓഹോ, അപ്പൊ ഇതാണല്ലേടാ പണ്ടർത്തിക്കേട്ടാ നിങ്ങളുടെ മനസ്സിലിരിപ്പ്. പണ്ടത്തെ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ച് എന്നെ അവോയ്ഡ് ചെയ്തിട്ട് പുതിയ ഒരുത്തനെ കൊണ്ടുവന്ന് വിലസണം അല്ലേ? എന്റെ കൊക്കിന് ജീവനിലോടത്തോളം കാലം ഞാൻ അതിന് സമ്മതിക്കില്ലടോ. തനിക്ക് നല്ലോണം അറിയാം എനിക്ക് തന്നെ ഇഷ്ടമാണ്. എന്നിട്ട് പഴയതെല്ലാം വെച്ച് എന്നെ റിവെഞ്ച് ചെയ്യാൻ ഇറങ്ങിയിരിക്കുവാണല്ലേ? പിന്നെ നിങ്ങളുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം അതെനിക്ക് നല്ലോണം അറിയാം. അത് വേറെ പലർക്കും കൊടുക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ പന്ന പൊരട്ട മനുഷ്യ, നിങ്ങൾ തീർന്നടാ. മിസ്റ്റർ നവനീത്, അതെ എനിക്ക് കേൾക്കാം, കിടന്നലറണ്ട. പിന്നെ മേലാൽ എന്നെ മിസ്റ്റർ നവനീത് എന്ന് വിളിക്കല്ലേ. നവി, എങ്ങനെ? നവി എന്ന് തന്നെ വിളിക്കണം. പിന്നെ ഒരു കാര്യം, അന്നത്തെ ഇൻസിഡന്റിന് ഞാൻ എത്ര തവണ സോറി പറഞ്ഞതാ, എന്നിട്ടും താൻ എന്നെ ഒന്ന് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഞാൻ വീണ്ടും പറയുക ഋത്തികേട്ടാ, സോറി ഫോർ ദാറ്റ് ആൻഡ് സ്റ്റിൽ ഐ ലവ് യു.
ഇനിയും നിങ്ങൾ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യല്ലേ പ്ലീസ്. ആണോ? ഇതേ ഐ ലവ് യു അല്ലേ ഞാൻ അന്ന് പറഞ്ഞത്? അപ്പോ നിനക്ക് എന്തൊരു ജാടയായിരുന്നു. തൽക്കാലം നീ ഇതൊക്കെ അങ്ങ് അനുഭവിച്ചു. പിന്നെ ഞാൻ നിന്നെ നവനീത് എന്നേ വിളിക്കൂ. പോടാ ഋത്തിക്കേട്ട. താൻ എന്താടോ ഈ കാണിക്കുന്ന മിസ്റ്റർ നവനീത്? കൊല്ലണം കുത്തുന്നോ? ആ ഞാൻ കുത്തും, നീ പോടാ. പോടാന്നോ? ലുക്ക് മിസ്റ്റർ നവനീത്, ഐ ആം യുവർ സുപ്പീരിയർ ഓഫീസർ. ആണോ? എങ്കിലേ നന്നായി പോയി. പിന്നെ നിങ്ങൾ എന്റെ ഋത്തിക്കേട്ടന. പിന്നെ ഒരു കാര്യം, ദേ ഈ ഫയൽ ഞാൻ 1 മണിക്കൂറിനുള്ളിൽ വെരിഫൈ ചെയ്ത് തരാം. എന്താ പോരെ? അങ്ങനെ ചെയ്താൽ മിസ്റ്റർ നവനീതിന് കൊള്ളാം. ഓ ഇങ്ങേര്. പിന്നെ ഈ ഫയൽ റെഡിയാക്കിയിട്ട് വേണം നമുക്ക് എക്സൈസ് ഓഫീസ് വരെ ഒന്ന് പോവാൻ. അത് കഴിഞ്ഞ് ഞാനൊരു ഫയൽ തരാം. സോ അത് വെരിഫൈ ചെയ്ത് 6 o'clock മുന്നേ എൻ്റെ ടേബിളിൽ എത്തിക്കണം. പിന്നെ ഇന്ന് ഈവനിങ് 4 o'clock ഞാൻ ഒരിടം വരെ പോകും. എവിടെയാ പോകുന്നത്? ഞാനിവിടെ വരാം. ഓ ഇങ്ങനെ നോക്കി പേടിപ്പിക്കണ്ട, എവിടാന്ന് വെച്ചാ പോയിട്ടോ. ഓ എന്റെ പൊന്നോ, എന്തൊരു സാധനമാ ഇങ്ങേര്. അതെ, നീ നിന്റെ കാര്യം നോക്കിയാ മതി, എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. ആഹാ, അങ്ങനെ പറഞ്ഞാ പറ്റില്ല. നിങ്ങളുടെ കാര്യം ഞാൻ തന്നെ നോക്കും. ഓ ഇവനെ കൊണ്ട്. അതെ, എനിക്ക് ടൈം തീരെ വേസ്റ്റ് ചെയ്യാനില്ല. സോ എനിക്ക് ഫയൽ ഒന്ന് ചെക്ക് ചെയ്യണം. സോ പ്ലീസ് ഗോ. ഹായ് ഗിറ്റി. ആ ഹായ് ജെറി. ആ ഭയങ്കര തിരക്കിലാണല്ലോ. ആ കുറച്ച് വർക്ക് ഉണ്ട് അതാ. ആഹാ, ബണ്ണിയും തിരക്കിലാണല്ലോ. ആ ഋഷി, കുറച്ച് വർക്ക് ഉണ്ട് അതാ. അല്ല നിങ്ങളെന്താ ഇപ്പൊ ഇവിടെ വന്നേ? ഏയ് പ്രത്യേകിച്ച് ഒന്നുമില്ല ബണ്ണി, ബ്രേക്ക് കിട്ടിയപ്പോ ഒന്ന് വന്നതാ. അല്ല ബണ്ണി, നമ്മുടെ ഈ പ്രോജക്റ്റിന്റെ ഇല്ലീഗൽ ഓണർഷിപ്പ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആളെ കിട്ടിയായിരുന്നോ? ഏയ് ഇല്ല ഋഷി. ഓ കിട്ടിയില്ല അല്ലേ? അല്ല, ആ ഇല്ലീഗൽ ഓണർഷിപ്പ് കൈയടക്കി വെച്ചിരിക്കുന്ന ആളെ ആരാണെന്ന് അറിഞ്ഞോ നിങ്ങൾ? ആ അറിഞ്ഞു. ഓ അറിഞ്ഞോ? ആരാ അയാള്? അത് സിഇഒയ്ക്കും കമ്പനിയിലെ മെയിൻ ആൾക്കാർക്കും മാത്രമേ അറിയാവൂ. ഓ അങ്ങനെയാണോ? അല്ല കിറ്റി, നേഹയും കൃതികയൊക്കെ എവിടെ? ആ അവര് ഫയലുമായിട്ട് MDയുടെ അടുത്ത് പോയേക്കോ. ആണോ? എന്നാ പിന്നെ കാണാൻ കിറ്റി. ആ ഓക്കെ ജെറി. ബൈ ബണ്ണി. ആ ബൈ. വേദ, നീ കണ്ട അവന്മാരുടെ നല്ല വെള്ള ചമയല്ലേ? CCTV ഫുട്ടേജിൽ സിയുടെ റൂമിൽ വരെ കയറി ഫയൽ അന്വേഷിക്കുന്നു. അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാനായിരിക്കും ഇപ്പം ഇങ്ങോട്ട് വന്നത്. പക്ഷെ അവർക്ക് തെറ്റിപ്പോയി. കോടിപ്പോയാ ഇവര് എത്ര ദിവസം ഇങ്ങനെ കളിക്കും? നാളെ സിദ്ധാർത്ഥങ്ങള് DK ഗ്രൂപ്പിൽ ഡീറ്റെയിൽസ് ഇടുന്നത് വരേ ഉള്ളൂ ഇവരുടെ ഈ കളി. അത് കഴിഞ്ഞ എല്ലാത്തിനെയും തീർക്കണം. നാളത്തോടുകൂടി പലരുടെയും മുഖങ്ങൾ അഴിഞ്ഞു വീഴാൻ തുടങ്ങും. പിന്നെ വേദ, ഇന്ന് ഈവനിങ് നമ്മൾ DK ഗ്രൂപ്പിന് ഒരുക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റോടുകൂടി പലരും രംഗത്തിറങ്ങി തുടങ്ങും. അതിനു വേണ്ടിയാണല്ലോ കാവ്യ നമ്മൾ ഈ കളിയൊക്കെ കളിക്കുന്നത്. എന്തായടാ, പോയിട്ട് വല്ല തുമ്പും കിട്ടിയോ? ഇല്ലടാ, ബട്ട് ഒരു കാര്യം ഉറപ്പായി, അവർക്ക് എന്തൊക്കെയോ അറിയാം. അവർ പഴയതുപോലെ ഒന്നും സംസാരിക്കുന്നില്ല. നമ്മളെ പറ്റി എന്തറിയാനാ? നിങ്ങൾ ആ പ്രോപ്പർട്ടിയെ പറ്റി വല്ലതും ചോദിച്ചായിരുന്നോ? ചോദിച്ചടാ, ബട്ട് ആ ഇല്ലീഗൽ ലാൻഡ് ഹോൾഡേഴ്സ് ആരാണെന്ന് അവർക്ക് അറിയാമെന്നാ പറഞ്ഞേ. സിഇഒയും ബാക്കി കമ്പനി അതോറിറ്റീസിനും അതറിയാം. ഇവരോടൊന്നും പറഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞേ. അത് പച്ച കള്ളമാണെന്ന് കേട്ടാ തന്നെ അറിയാം. കാരണം ഈ ഇരിക്കുന്ന സിഇഒയുടെയും ബാക്കി കമ്പനി മാനേജേഴ്സിന്റെയും വൈഫാണ് ഈ പറയുന്ന ഇവളുമാര്. അതുകൊണ്ട് അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞത് പച്ച കള്ളമാണ്. പോലത്തതിന് ഈ കമ്പനി മുന്നേ ഓൺ ചെയ്തിരുന്നത് ഇവരാണ്. അന്ന് ഗൗതം പറഞ്ഞത് ഓർമ്മയില്ലേ? സോ ഇവർക്ക് ആ ഇല്ലീഗൽ ഹോൾഡേഴ്സ് ആരാണെന്ന് ഷുവറായിട്ട് അറിയായിരിക്കും. ബട്ട് അവരത് പറയില്ല. എന്തായാലും ഇനി ഈ കളി നീട്ടിക്കൊണ്ടു പോകുന്നതിൽ ഒരർത്ഥവുമില്ല. എന്തായാലും ആ ഫയലിനെ പറ്റി ഈ കമ്പനിയിൽ നിന്ന് ഒരു പ്രൂഫും കിട്ടില്ല. സോ ഇനി നമുക്ക് ആരെയും നോക്കേണ്ട ആവശ്യമില്ല. ബോസ് പറഞ്ഞതുപോലെ ആദ്യം തീർക്കേണ്ടത് നമ്മൾ ഭാര്യമാരാക്കാൻ ആഗ്രഹിക്കുന്നവരുടെ നിലവിലെ ഭർത്താക്കന്മാരെ ആയിരിക്കണം. നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അവരുടെ ജീവൻ നമ്മൾ എടുത്തിരിക്കണം. എന്തായാലും ഇനി കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കരുത്. നാളെ തന്നെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം. പിന്നെ ഇവളുമാര് ഇപ്പോഴും CBCIDയും ലോയറും ഡോക്ടറും അക്ഷോട്ടറും ആണെന്നുള്ള കാര്യം ഗൗതം അന്വേഷിച്ചിട്ട് ഇന്ന് പറയാമെന്ന് പറഞ്ഞു.
അതറിയുന്നതോടുകൂടി അവളന്മാരുടെ ജീവിതത്തിലെ ഇരുട്ടുകാലം ആരംഭിക്കാൻ പോവുക, അതും നമ്മളോടൊത്ത് ജീവിക്കാൻ. ഇനി മറ്റൊന്നും ചിന്തിക്കാനില്ല. ഫയലിനെ പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ ഇവളന്മാരുടെ ഭർത്താക്കന്മാരെ തീർത്തേ പറ്റൂ. ഋത്തിക്കേട്ടാ, ഇതാ ഫയൽസ് എല്ലാം വെരിഫൈ ചെയ്തു. നിങ്ങൾ എന്തിനാ മനുഷ്യൻ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ? മിസ്റ്റർ നവനീത്, കോൾ മീ സാർ, ഓക്കെ? ഇല്ല, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് വിളിക്കും. നിങ്ങളെ എന്റെ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ നിങ്ങളെ വിളിക്കൂ. ഓ, എല്ലാം നീ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതിയോ? മതി, നിങ്ങളുടെ കാര്യം ഞാൻ തന്നെ തീരുമാനിച്ചാ മതി. അല്ല, അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. ശരിക്കും നിനക്ക് എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? ഇത്ര വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ തമ്മിൽ ഒന്ന് കാണുന്നേ. നിങ്ങൾ സ്നേഹത്തോടെ ഒരു വാക്ക് ചോദിച്ചോ മനുഷ്യ? എന്നിട്ട് പഴയതെല്ലാം മനസ്സിൽ വെച്ച് ഇപ്പോഴും നടക്കുക. എത്ര പ്രാവശ്യം ഞാൻ അതിന് സോറി പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ വീണ്ടും അങ്ങനെ തന്നെ. അതെ, നിങ്ങൾ ഇങ്ങനെ നോക്കിയൊന്നും വേണ്ട. ഞാൻ എന്തായാലും മിണ്ടാതിരിക്കാൻ പോകുന്നില്ല. പിന്നെ ഒരു കാര്യം ഋത്തിക്കേട്ടാ, ഇനിയും ഇങ്ങനെ റൂഡായിട്ടാണ് പെരുമാറാൻ ഉദ്ദേശമെങ്കിൽ ഞാൻ ഒരിക്കലും മിണ്ടത്തില്ല. വേണ്ട, മിണ്ടണ്ട. എനിക്ക് ഒരു നിർബന്ധമില്ല നീ മിണ്ടണമെന്ന്. ഡാ പന്നെ പറട്ട മനുഷ്യ, ഞാൻ മിണ്ടാതെ പിണങ്ങി പോവാൻ കാത്തിരിക്കുകയാണല്ലേ? അതും പോരാഞ്ഞിട്ട് എന്നെ അവോയ്ഡ് ചെയ്യുകയാണല്ലേ? എവളെയോ ഏവനെയോ നോക്കി വെച്ചിട്ടുണ്ടാവും. ദേ DGP ഋത്തിക്കേ, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഈ SI നവനി ഇത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ അതിനെ സമ്മതിക്കില്ല. നിങ്ങളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇനി അഥവാ നിങ്ങളെന്നെ ഇട്ടിട്ട് പോയാ ഞാൻ ഈ കമ്മീഷണർ ഓഫീസിന്റെ കിണറ്റി ചാടിച്ചാവും. അല്ല, അതിന് കമ്മീഷണർ ഓഫീസിൽ എവിടെയാ കിണറ്? അതെ, അതാണോ ഇപ്പൊ ഇവിടുത്തെ വിഷയം? പിന്നെ കിണർ കുഴിക്കാനുള്ള ആളെയൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവര് വന്ന് കുത്തിയിട്ട് പൊക്കോളും. ഞാൻ നിങ്ങളുടെ പേരിൽ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിട്ട് ആ കിണറ്റി ചാടിച്ചാവും. ആണോ? ദാ പേനയും പേപ്പറും പോയിരുന്ന് ഇപ്പോഴേ എഴുതി തുടങ്ങും. അപ്പൊ ഇതായിരുന്നല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ്? ദാ ദുഷ്ട, അങ്ങനെ ഞാൻ ചത്തിട്ട് നിങ്ങൾ വേറെ കെട്ടി ജീവിക്കണ്ട. പൂച്ച സാറേ, ഞാൻ ചാവാൻ പോണെങ്കിലേ നിങ്ങളെ കൊണ്ടേ പോകൂ. അങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്ക് സുഖിക്കണ്ട. പിന്നെ ഋത്തിക്കേട്ടാ, ദാ നിങ്ങളുടെ ഫയല്. ഞാൻ എന്തായാലും കിണറുകാരന്മാരെ വിളിച്ച് വരണ്ടെന്ന് പറയട്ടെ. ദൈവമേ, അവന് ഒരു മാറ്റമില്ലല്ലോ, പണ്ടത്തെ പോലെ തന്നെ. എന്തായാലും നീ എന്നെ കുറച്ച് വിഷമിപ്പിച്ചതല്ലേ, അതുകൊണ്ട് എൻ്റെ നവിമോൻ കുറച്ച് അനുഭവിക്ക്. അല്ലെങ്കിൽ ഈ ഋത്തിക്കേട്ടൻ വെറുതെ ആയി പോവില്ലേ. വേദേ, ആ വാതിലൊന്ന് തുറന്നേ മോളെ, ചിലപ്പോ നവിയായിരിക്കും. എന്താ നവിയേട്ട എത്ര വൈകിയേ? മോനെ, എന്തായി? DGP കണ്ടോ? അമ്മേ, കാണാൻ മാത്രല്ല കൂടെ ഇങ്ങ് കൊണ്ടുവന്നു ഞാൻ. നീ ഇതെന്താ പറയുന്നേ? കൊണ്ടുവന്നോ? അല്ല, എന്നിട്ട് എവിടെ? അമ്മ, മോനെ ഋത്തിക്കേ, അല്ല അപ്പോ ഇവിടുത്തെ DGP മോനാണോ? പിന്നല്ലാതെ. ഞാൻ ഇന്ന് രാവിലെ 8 മണിക്ക് ഇവിടെ ചാർജ് എടുത്തേ. പിന്നെ നിങ്ങളുടെ അടുത്ത് പറയത്തത് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. അല്ല നവിയേട്ടാ, എങ്ങനെയുണ്ട് പുതിയ DGP? ഋത്തിക്കേട്ടാ, ഇതെപ്പോ എത്തി? കാവ്യമോളെ, ഞാൻ ദാ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഓ, അപ്പൊ നിങ്ങൾക്കൊക്കെ നേരത്തെ അറിയാറുന്നല്ലേ ഇങ്ങനെ വരുമെന്ന്? മനഃപൂർവ്വം എനിക്കിട്ട് പറഞ്ഞതാണല്ലേ? അല്ല അമ്മേ, ബാക്കിയുള്ളവരൊക്കെ എവിടെ? അവരെവിടെയും കാണുന്നില്ലല്ലോ. അത് പറയാതിരിക്കുന്നതാ നല്ലത്. അവര് അവരുടെ ഭാര്യമാർക്ക് കൊടുക്കാനുള്ള കെയറിങ്ങിന്റെ പ്രിപ്പറേഷനില്ല. ഋത്തിക്കേട്ടാ, ഞാൻ അന്ന് വിളിച്ചപ്പോ പറഞ്ഞില്ലായിരുന്നോ? അതാ. ഓ, അന്നത്തെ ആ ഓഫീസിലെ വഴക്ക് അതല്ലേ? അത് തന്നെയാ.
ഋത്തിക്കേട്ടാ. എന്റെ ഋത്തികേട്ടാ, എന്താ ഇത്ര ലേറ്റ് ആയേ? അതെന്തൊരു ചോദ്യാ കുക്കു. ഞാൻ നിന്നെ വിളിച്ച് പറഞ്ഞില്ലായിരുന്നോ വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന്? ആ, അത് ഞങ്ങൾ മറന്നുപോയി. ഓഹോ, അപ്പൊ നിങ്ങൾ വെൽ പ്ലാൻഡ് ആയിരുന്നല്ലേ? അതെ അതെ. അല്ല നവിയേട്ടാ, എങ്ങനെയുണ്ട് ഞങ്ങളുടെ സർപ്രൈസ്? ഞെട്ടിയോ? പിന്നെ ഞെട്ടി ഞെട്ടി വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി. മതി മതി. അല്ല, എന്റെ ഫോറൻസിക് ഓഫീസേഴ്സ് ഒക്കെ എവിടെ? ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഋത്തിക്കേ. ആ കാർത്തി, സുഖാണോടാ നിനക്ക്? പിന്നെ നല്ല സുഖാടാ. പിന്നെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ആ, അത് ഞാൻ അന്ന് വിളിച്ചപ്പോ പറഞ്ഞില്ലായിരുന്നോ? ആ ഞാനതങ്ങ് മറന്നു. എന്നാലും എന്റെ ഋത്തിക്കേട്ടാ, ഈ എൻട്രി ഒരു സർപ്രൈസ് ആയിപ്പോയി. ആ നിതിനെ, എന്തൊക്കെയുണ്ടടാ വിശേഷം? ഓ, നല്ല വിശേഷം. അല്ല, ഏട്ടനങ്ങ് ആകെ ആള് മാറിപ്പോയല്ലോ. മാറിപ്പോയെന്നോ? ഞാനോ? അല്ല, എനിക്കെന്ത് മാറാൻ? അല്ല, ഇപ്പൊ കാണാൻ ഒരു പെർഫെക്റ്റ് ഹാൻസം ഗായി പോലെ ഉണ്ട്. ആൻഡ് ഓൾസോ യു ആർ ലുക്കിംഗ് സോ ഹോട്ട് ബ്രോ. ഓ, ഒന്ന് പോടാ അവിടുന്ന്. ഓ, കണ്ടുവിട്ടാലും മതി ഒരു ഹോട്ട്. എന്തായാലും ഞാനൊന്ന് ഹോട്ടാവാൻ പോവാ. അല്ലെങ്കിൽ ഇങ്ങേരെന്റെ കൈവിട്ടു പോവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ നവനീത്? ഓ, ഞാനൊന്നും പറഞ്ഞില്ലേ. അല്ല, ഇവിടുത്തെ ഭർത്താവ് ഉദ്യോഗസ്ഥന്മാരൊക്കെ എവിടെ? ആ, അതൊക്കെ ഇപ്പം വരും ഏട്ടാ. അവർക്ക് കെയറിങ്ങിനുള്ള ടൈം ആയില്ലേ? ആ, പറഞ്ഞു തീർന്നില്ല. ദേ ഒരാള് വരുന്നുണ്ടല്ലോ. ഋത്തിക്കേട്ടാ, ഇവിടെ ഇപ്പോ പുക കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല മോളെ, എന്താ? വെയിറ്റ് ഋത്തികേട്ടാ, ഞങ്ങളുടെ 4 പേരുടെയും പുക ഇപ്പൊ കാണും. ഞങ്ങളെ പുകയ്ക്കാണുള്ള ആൾക്കാരാ ദേ വരുന്നത്. കുക്കുമോളെ, നീ ഇത് എവിടെയാ? ഏട്ടൻ എത്ര നേരമായി അന്വേഷിക്കുന്നു. കുക്കു, ഏട്ടാ. മഞ്ഞുമഴക്കാട്ടിൽ കുഞ്ഞുമുളം കൂട്ടിൽ രണ്ടിളം പൈങ്കിളികൾ മുത്തുമണിത്തൂവൽ കുളിരണിഞ്ഞു മെല്ലെ അവരെന്നും പറന്നിറങ്ങും. ചെമ്മരിയാടുള്ള മലഞ്ചെരിവിൽ നല്ല ചന്ദനം മണക്കുന്ന താഴ്വരയിൽ അമ്മ മനമൊഴുകും ചെല്ലമനമുറങ്ങും താലിപ്പിരി താരാട്ടിൽ. മഞ്ഞുമഴക്കാട്ടിൽ കുഞ്ഞുമുളം കൂട്ടിൽ രണ്ടിളം പൈങ്കിളികൾ മുത്തുമണിത്തൂവൽ കുളിരണിഞ്ഞു മെല്ലെ അവരെന്നും പറന്നിറങ്ങും. അയ്യോ എന്റെ പൊന്നു കിരണേ, എന്നെ ഒന്ന് താഴെ വെക്കടാ. എന്നെ ഇങ്ങനെ സ്നേഹിക്കല്ലേ. എന്നെ ഒന്ന് താഴെ ഇറക്ക് കിരണേ. ഒന്ന് പോയേട്ടാ അവിടുന്ന്. എത്ര വർഷമായി കണ്ടിട്ട്, അപ്പൊ ഇതൊക്കെ വേണം. ഓ, സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. അത് സത്യവർത്തിക്കേട്ടാ. ആ കുക്കു മോളെ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നിന്നെ തേടി എത്രയും നേരം ഇങ്ങോട്ട് വന്നത്. ഡാ ഋത്തിക്കേ, സുഖാണോ നിനക്ക്? ആ കൃതികേട്ടാ, ആ സുഖം. സിയോയ്ക്ക് സുഖല്ലേ? പിന്നെ നിന്റെ പെങ്ങളെന്ന് പറഞ്ഞായിരുന്നു നീ ഇന്ന് ഈവനിങ് വരുമെന്ന്. ആണോ? അല്ല ഏട്ടാ, നിങ്ങൾ എപ്പോഴും നേരത്തെയാണോ വരുന്നേ? ആടാ, ഞങ്ങളൊരു 6:30 ആകുമ്പോഴത്തേക്കും എത്തും. പിന്നെ ഋത്തിക്കേ, നിനക്കറിയാലോ, ഞങ്ങളിപ്പോ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ബിസിയാ. ഇവിടെ ചിലർക്ക് ഡിന്നറൊക്കെ കഴിക്കാനുള്ളത്. ഓ, കെയറിങ് ആയിരിക്കും. യാ ഓഫ് കോഴ്സ്. പിന്നെ നിനക്കറിയാലോ, നിന്റെ പെങ്ങന്മാർക്ക് അവരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. അപ്പോ ഭർത്താക്കന്മാരായ നമ്മളെ വേണമല്ലോ അവരൊന്ന് ശ്രദ്ധിക്കാൻ. തീർച്ചയായും അതൊരു ഭർത്താവിന്റെ കടമയല്ലേ? ആ, അതാണ് പോയിന്റ്. എന്റെ പൊന്ന് ഋത്തിക്കേട്ടാ, ഇവളുമാരടുത്ത് ഈ കാര്യം പറഞ്ഞ ഇവളുമാരുടെ തലയിൽ കയറില്ല. കുക്കു, നീ ഋത്തിക്കേട്ടൻ പറഞ്ഞത് കേട്ടല്ലോ. ഇങ്ങോട്ട് വന്നേ, ഡിന്നർ കഴിച്ചേ വാ. കിരണേട്ടാ, എനിക്കിപ്പോ വേണ്ട. അതെന്താ കുക്കു വേണ്ടാത്തേ? ഞാൻ വേണ്ടെന്നല്ലേ പറഞ്ഞേ. വേണം. ആ, വാ കിരണേട്ടാ, നമുക്ക് കഴിക്കാൻ പോവാം. ആ, അതാണ് ഗുഡ് ഗേൾ. അപ്പൊ ഋത്തിക്കേട്ടാ, ഞങ്ങൾ അങ്ങോട്ട്. ഓ ആയിക്കോട്ടെ. നേഹ മോളെ, ഏട്ടൻ പറഞ്ഞില്ലേ കറക്റ്റ് ടൈമിൽ തന്നെ കഴിക്കാൻ വരണമെന്ന്? ഇപ്പൊ നിനക്ക് തീരെ പങ്ക്ച്വാലിറ്റി ഇല്ല കേട്ടോ. നോക്കി നിൽക്കാതെ എന്റെ കൂടെ ഇങ്ങ് വന്നേ. ഓ ആയിക്കോട്ടെ, ഏട്ടൻ അങ്ങോട്ട് നടക്കുക, ഞാൻ ദാ പുറകെ വരണു. അല്ല കാർത്തി, എന്റെ വരുണും അർജുനും എന്തേ? ആ ഏട്ടൻ വാ, ഞാൻ കാണിച്ചു തരാം. ഋത്തിക്കേട്ടാ, ഈ വീട്ടിലെ പഴശ്ശിയുടെ യുദ്ധങ്ങൾ ഏട്ടൻ കാണാൻ പോകുന്നതേ ഉള്ളൂ.
ദേ അർജുനേട്ടാ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ ആ ഫംഗ്ഷനിൽ പോയപ്പോ ഫുഡ് കഴിച്ചതാന്ന്. എനിക്കിനി വേണ്ട അർജുനേട്ടാ. അതൊന്നും പറഞ്ഞാൻ പറ്റില്ല. നീ മര്യാദയ്ക്ക് ഇത് കഴിച്ചേ കാവ്യേ. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞേട്ടാ, പ്ലീസ്. വരണേട്ടാ, എന്റെ പൊന്നല്ലേ, എനിക്ക് ഫുഡ് വേണ്ട, ഞാൻ കഴിച്ചതാ. ഇങ്ങോട്ട് നോക്കിയേ, എന്റെ വയറൊക്കെ വലുതാ ഇരിക്കുന്ന കണ്ടോ, ഞാൻ കഴിച്ചതാ വരണേട്ടാ, എനിക്ക് വേണ്ട പ്ലീസ്. ആണോ? അത് സാരമില്ല. ദേ നോക്കിയേ, ഈ വിളമ്പി തരുന്നത് മുഴുവനും നീ കഴിച്ചിട്ട് ഇവിടെ നിന്ന് എണീറ്റാ മതി. പ്ലീസ് വരണേട്ടാ, എനിക്ക് വേണ്ടാത്തോണ്ടല്ലേ. ഒരു എക്സ്ക്യൂസും പറയണ്ട, മര്യാദയ്ക്ക് കഴിക്കുവേതേ. വരുണേ, ഇവളുമാർക്ക് പറഞ്ഞാ മനസ്സിലാവൂല. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവളുമാരെ കൈ രണ്ടും പിടിച്ച് കെട്ടി വെച്ചിട്ട് വായിലോട്ട് അങ്ങ് കമഴ്ത്തി കൊടുക്കാം. എന്ത് വേദ, എന്താടി? റൺ. അർജുനെ നോക്കിക്കൊണ്ട് നിൽക്കാതെ അവിടെ ചെന്ന് പിടിക്കടാ. ദേ അർജുനേട്ടാ, എന്നെ പിടിക്കാൻ നോക്കണ്ട, ഞാൻ നിക്കത്തില്ല. ദേ കാവ്യേ, നീ മര്യാദയ്ക്ക് അവിടെ നിക്ക്. എന്നെ ഓടിപ്പിക്കല്ലേ കേട്ടല്ലോ. ഇല്ലടാ കടുവേ. എന്ത് കടുവേന്നോ? നിക്കടി മൊയിലും കൊഞ്ഞെ, നീ എന്റെ കയ്യിലെങ്ങാനും കിട്ടിയാണ്ടല്ലോ. മിസ് വേദ വരുൺ, ഓടാതെ നീ അവിടെ തന്നെ നിന്നോ, അല്ലെങ്കിൽ നീ തന്നെ എനിക്ക് രാത്രി എണ്ണയിട്ട് തരേണ്ടി വരും. എന്നാലും സാരമില്ല, ഞാൻ നിക്കില്ല. ഓഹോ, അത്രയ്ക്കായോ? അങ്ങനെയാണെങ്കിൽ നിന്നെ ഇന്ന് ആഹാരം കഴിപ്പിക്കാതെ ഇവിടുന്ന് പ്രശ്നമില്ല. ദൈവമേ, ഇങ്ങനെ രണ്ടും കളിപ്പിച്ചാണല്ലോ. നീ പറഞ്ഞിട്ട് ഒരു ആന. ഓ പിന്നെ, വീട്ടിന്റെ അകത്തല്ലേ നിന്റെ ഒരു ആന. പൊന്നു മോളെ വേദേ, നീ മര്യാദയ്ക്ക് നിക്കുന്നതാ നല്ലത്. ഞാനായിട്ട് നിന്നെ പിടിച്ച എന്റെ പൊന്നു ഭാര്യ വേദേ, നീ കുറെ വെള്ളം കുടിക്കും. വേദ, നീ ഇതൊന്നും കേട്ട് തളരരുത്. റൺ വേദ റൺ. ഓക്കെ കാവ്യ. അയ്യോ, എനിക്കിനി വയ്യേ, ഞാൻ ഇപ്പൊ ചാവേ. അയ്യോ, ആരെങ്കിലും വന്നെന്നെ രക്ഷിക്ക്. ഋത്തിക്കേട്ടാ, എന്നൊന്ന് രക്ഷിക്ക് ഋത്തിക്കേട്ടാ. ദേ വേദ, കളിക്കാതെ അവിടെ ഒന്ന് നിന്നേ. എന്റെ നടുവിന് നീ കംപ്ലൈന്റ് ഉണ്ടാക്കി വെക്കരുത്. ആ ഋത്തിക്കേട്ടാ, അല്ല ഇതെപ്പോ എത്തി? ഞാൻ എത്തിയിട്ട് കുറച്ചു നേരം ആയി. ഓ, അപ്പൊ ഏട്ടനാണോ ഇപ്പൊ ഇവിടുത്തെ DGP? ആ അതേടാ, ഞാനാ ഇവിടുത്തെ DGP. ഇന്ന് രാവിലെ 8 മണിക്കാ ജോയിൻ ചെയ്തേ. ഓ, അപ്പൊ ഇനി ഇവിടെയൊക്കെ തന്നെ ആണല്ലേ? ആ, ഇനി കുറച്ചുനാൾ ഇവിടെയൊക്കെ തന്നെ കാണും. ഓ, അപ്പൊ നവിയേട്ടാ, ഇപ്പൊ നിങ്ങൾ രണ്ടും ഒന്നിച്ചാണല്ലേ കേസ് അന്വേഷിക്കുന്നേ? ആ, ഞങ്ങൾ ഒന്നിച്ചു അന്വേഷിക്കുന്നേ. ഓ, അപ്പൊ നിങ്ങൾ സെറ്റായല്ലേ? ഇനി കേസൊക്കെ പെട്ടെന്ന് അന്വേഷിക്കാമല്ലോ. ഓ പിന്നെ, സെറ്റ് കുന്താണ്. ആ കാലകനെ നിങ്ങളൊന്നും വിചാരിക്കും പോലെയല്ല, ഭയങ്കര റൂഡാ വരണേ. മിസ്റ്റർ നവനീത്, മൈൻഡ് യുവർ വേർഡ്സ്. എന്റെ വേർഡ്സ് മൈൻഡ് ചെയ്യാൻ എനിക്കറിയാം. എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട. അങ്ങനെ ഒരു കൊണച്ച ഇംഗ്ലീഷ്. മിസ്റ്റർ നവനീത് നിർത്തടോ. ഒരു മിസ്റ്റർ നവനീത്? ആരോടോ തന്റെ മിസ്റ്റർ നവനീത്? ഞാനേ നവിയ, എന്നെ അങ്ങനെ വിളിച്ചാൽ മതി. ഒരു മിസ്റ്റർ നവനീതും കൊണ്ട് വന്നിരിക്കുന്നു. അല്ല, എനിക്ക് അറിയാൻ മേലെന്നിട്ട് ചോദിക്കുക, ഈ മിസ്റ്റർ ആരാ? നിങ്ങളുടെ തന്ത വല്ലതുമാണോ? മോനെ നവി. ഓ അച്ഛാ, സോറി അച്ഛാ, അച്ഛനിവിടെ ഉണ്ടായിരുന്നല്ലേ, ഞാൻ കണ്ടില്ല. ആ, നീ കാണില്ല, അതെനിക്കറിയാം. അല്ല, ഞാൻ അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. പണ്ട് മുതലേ നീയും ഋത്തിക് മോനും കണ്ട അടിയാണല്ലോ, എന്താ കാര്യം? ഓ, ഒരു ഋത്തിക് മോൻ. അതെ, ഇങ്ങനെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. അതെ, ഒന്ന് നിർത്ത്. അല്ല, ശരിക്കും നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഏയ്, അതൊന്നും ഇല്ലടാ വരണേ. എന്തായാലും അത് പിന്നെ പറഞ്ഞാ മതി. തൽക്കാലം ഇപ്പൊ ആ പുറകെ നിൽക്കുന്ന സാധനങ്ങളെ ഇങ്ങോട്ടൊന്ന് വിട്ടേ. അയ്യോ ഋത്തിക്കേട്ടാ, ഞങ്ങളെ വിട്ടുകൊടുക്കല്ലേ. അവരെ ഞങ്ങളെ വളർത്തി കൊല്ലും. ഋത്തിക്കേട്ടാ, ഞങ്ങൾ ഈ സോംബികളുടെ ഇടയിൽ വിട്ടുകൊടുക്കല്ലേ. അവര് ഞങ്ങളെ ജീവനോട് ചോര കുടിക്കും. സോംബിയാ? മോളെ കാവ്യേ, നീങ്ങ വന്നേ. ഏട്ടനെ ഇനിയാണ് സോംബി ആവാൻ പോകുന്നേ. എടാ, എന്റെ പെങ്ങന്മാർക്ക് കുറച്ച് റെസ്റ്റ് കൊടുത്തൂടെ? അത് ഈ ജന്മത്തിൽ നടക്കുന്ന കാര്യമല്ല. പിന്നെ ഏട്ടൻ ഇവളുമാർക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വരരുത്. ഏട്ടൻ കണ്ടല്ലോ, ഇവളുമാർക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാ. എടി വേദേ, ഇങ്ങോട്ട് ഇറങ്ങി വന്നേ മര്യാദയ്ക്ക്, ഇല്ലെങ്കിൽ ഞാനിപ്പോ അങ്ങോട്ട് വരും. ഞാനൊന്നും വരില്ല, നിങ്ങൾ പോ. ഓ, അപ്പൊ നീ പറഞ്ഞു കേൾക്കില്ലേ അല്ലേ? ഇങ്ങോട്ട് വാടി. ആ, എന്നെ നിലത്ത് വെക്കട പന്ന മനുഷ്യ. ഓ, തീർന്നു. കാവ്യ, എന്താ നോക്കി നിക്കുവാ? ഇങ്ങോട്ട് വന്നേ. ഇല്ല, നിങ്ങൾ പോ, ഞാൻ വരില്ല. നീ ആയിട്ട് മര്യാദയ്ക്ക് വന്നാ നിനക്ക് കൊള്ളാം. ഇല്ല, ഞാൻ വരില്ല. ഓ,
അത്രക്കായോ നീ? എന്നെ ഇനി നോക്കണ്ട, ഞാൻ ദേ പോണു. മോനെ ഋത്തിക്കേ, നീ ഇനി ഇവിടെ നിന്നാ പലതും കാണേണ്ടി വരും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, പോയി ഫ്രഷ് ആയിട്ട് വാ, അമ്മ ഫുഡ് എടുത്ത് വെക്കാം. ശരി അമ്മ, ഞാൻ പോയിട്ട് വരാം. എത്ര നാളായി അമ്മയുടെ കൈ കൊണ്ടൊന്ന് കഴിച്ചിട്ട്. എന്തായാലും ഇവിടത്തെ കയറിഞ്ഞ് കഴിയാൻ ഏകദേശം 2 മണിക്കൂറാവും. അത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റും. അപ്പോ മോൻ പോയി ഫ്രഷ് ആയിട്ട് വാ, അപ്പോഴത്തേക്കും ഇവിടെ എല്ലാം കഴിയും. ആ ശരി അച്ഛാ. ആ പിന്നെ നവി, ഋത്തിക്കിന്റെ ലഗേജ് ഒക്കെ ഒന്ന് എടുക്കാൻ സഹായിച്ചേ. നല്ല വെയിറ്റ് കാണും. ആ നല്ല വെയിറ്റാ. ചില വെയിറ്റ് ഉള്ളവരെടുത്താലേ അത് പൊങ്ങും. ഓ ഇങ്ങനെ തന്നെ സമ്മതിക്കില്ല. നീ പോടാ, പൂച്ചയ്ക്ക് പരിണാമം സംഭവിച്ചാണ്. പോടാന്നോ? മിസ്റ്റർ നവനീത്, ദേ നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. കോൾ മീ നവി, ഓക്കെ? നോ മിസ്റ്റർ നവനീത്. അതെ, വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ നോക്ക്. എനിക്ക് ഫുഡ് കഴിക്കാനുള്ളതാ. ഓ ആയിക്കോട്ടെ അമ്മ, ഒരു 5 മിനിറ്റ്, ഞാൻ ദേ ഇപ്പൊ വരാം. ആഹാ, എന്റെ റൂമിന് ഒരു മാറ്റമില്ലല്ലോ, അന്ന് കണ്ടതുപോലെ തന്നെ. ഓ, നിങ്ങൾക്ക് ഓന്തിന്റെ സ്വഭാവമാണെന്ന് പറഞ്ഞ് റൂമിന് ആ സ്വഭാവം കിട്ടണമെന്നില്ലല്ലോ. എക്സ്ക്യൂസ് മീ മിസ്റ്റർ നവനീത്, താങ്കൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അയ്യോ ഇല്ല, ദാ നിങ്ങളുടെ പെട്ടിയും പ്രമാണവും. ഓക്കെ, ദെൻ ഒരു കാര്യമുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് എന്റെ റൂമിലോട്ട് വരണം. അയ്യോ, എന്താ ഇത്ര പെട്ടെന്ന്? ആരെങ്കിലും കാരണം എന്താ വിചാരിക്കുക? ഇപ്പോഴൊന്നും വേണ്ട എത്തിക്കേട്ടാ. എന്ത് വേണ്ടെന്ന്? എന്തായാലും നിങ്ങൾക്ക് എന്നോട് മുടിഞ്ഞ പ്രേമാന്ന് എനിക്കറിയാം. എന്ത് വന്നാലും നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇതെല്ലാം ഇത്ര പെട്ടെന്നായാല് വീട്ടുകാരെന്താ വിചാരിക്കുക? എന്ത് വിചാരിക്കാൻ? അല്ല, നമ്മൾ രണ്ടും ഒരു റൂമിൽ കാണുന്നത് മോശമല്ലേ? കാണട്ടെ, അതിനിപ്പോ എന്താ? അയ്യേ, നാണില്ലാത്തൊരു സാധനം. പോ എന്നിട്ട് അങ്ങോട്ട്, എനിക്ക് എന്തോ പോലെ തോന്നുന്നു. അല്ല, നീ എന്തോന്നൊക്കെ വിളിച്ച് പറയുന്നേ? അല്ല, നിങ്ങൾ എന്തിനാ എന്നെ റൂമിലോട്ട് വരാൻ പറഞ്ഞേ? കുറച്ച് കേസ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാനുണ്ട്, അതിനാ വരാൻ പറഞ്ഞേ. ഓ അതിനായിരുന്നു. ഞാൻ എന്തൊക്കെയോ ഒന്ന് എക്സ്പെക്ട് ചെയ്തു. ഓ ഇതുപോലൊരു മൊരടൻ. എന്താന്ന്? ഓ ഒന്നുമില്ല. എന്നാ ശരി, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. പിന്നെ ഒരു കാര്യം, ഐ ലവ് യു, ബൈ. ഇതുപോലെ ഒരെണ്ണം. അമ്മ, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അല്ല അമ്മ, അച്ഛനുള്ള കട്ടൻ എവിടെ? ആ മോളെ, അത് ഞാൻ നേഹയുടെ കയ്യിൽ കൊടുത്തു വിട്ടോളാം. ദേ, കട്ടൻ ഈസ് റെഡി ഗായ്സ്. അല്ല, ഇവിടുത്തെ ആൺതരികളൊക്കെ എവിടെ? ആരും കാണുന്നില്ലല്ലോ. എല്ലാത്തിനും ഒന്ന് വിളിച്ച് ഇങ്ങോട്ട്. എന്താ കുക്കു ഈ പറയുന്നേ? ഇപ്പൊ കെയറിങ്ങിന്റെ ടൈം അല്ലേ? ഞങ്ങളെ വിഷയത്തിൽ നിന്ന് തെന്നി മാറ്റാൻ ശ്രമിക്കുകയാണോ നിങ്ങൾ? വിചാരിക്കണ്ട, അത് നടക്കില്ല. അതാണ് കാവ്യ, വന്നിരിക്കേ. ദേ മനുഷ്യ, ഒന്നാത് ഓഫീസിൽ പോവാൻ ടൈമായി. ആദ്യം വന്നിരുന്ന് ഫുഡ് കഴിക്ക്. കയറിഞ്ഞൊക്കെ പിന്നെ ആവാം. അതെ, നിങ്ങളെ ഊട്ടിയാലേ ഞങ്ങൾക്ക് ഫുഡ് ഇറങ്ങത്തുള്ളൂ. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. സോ നോ മോർ എക്സ്ക്യൂസസ്. വേദാ, കം ഹിയർ. വരുണേട്ടാ. ഒരേട്ടനുമില്ല, വന്നിരിക്കടി ഇവിടെ. അല്ല, എന്റെ വേൾഡ് വൈഡ് ബ്യൂട്ടി എന്ത് ചിന്തിച്ചു നിക്കുവാ? വന്നിരുന്നേ. ഓ, ഞാൻ എപ്പോഴേ ഇരുന്നു. അതാണ് റെസ്പെക്ട്. ആഹാ, ഇവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തല്ലേ? ആ തുടങ്ങട്ടെ. ഇതൊക്കെ കാണാനല്ലേ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നേ, അല്ല ഋത്തിക്കേട്ടാ? പിന്നല്ലാതെ. എന്റെ പെങ്ങന്മാര് അവരുടെ ഭർത്താക്കന്മാര് പരിപാലിക്കുന്നത് ഞാൻ എന്റെ കൺകുളിർക്കെ ഒന്ന് കണ്ടോട്ടെ. ആ കാണൂ കാണൂ, കൺകുളിർക്കെ കണ്ടോളൂ. അല്ല ഭർത്താക്കന്മാരെ, എന്തോ നോക്കി നിക്കുവാ? കെയറിങ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തോ? ആസ് യുവർ വിഷ് നവിയേട്ടാ. അല്ല, നിങ്ങളുടെ അച്ഛൻ എന്തേ ഇതുവരെ ന്യൂസ് കണ്ടു തീർന്നില്ലേ അങ്ങേര്? ആ ഞാൻ കണ്ടു തീർന്നു. അല്ല, നിങ്ങളൊരു കാര്യം അറിഞ്ഞായിരുന്നോ? നമ്മുടെ DK ഗ്രൂപ്പില്ലേ, അതില് ഓൺ മിസ്റ്റർ ഡിക്സൺ ക്രിസ് ക്രൂരമായി മരണപ്പെട്ടു എന്ന് വാർത്തയിൽ പറയുന്നുണ്ട്. അല്ല, ഇതെപ്പോ സംഭവിച്ചു? അറിയില്ല, ന്യൂസ് മുഴുവനും ഇപ്പൊ അതാ പറയുന്നേ. അയാളെ ബോഡി ഷൂട്ട് ചെയ്തെന്നും പിന്നെ ബ്ലൈഡ് ഉപയോഗിച്ച് മുറിവേൽപ്പിച്ചും പിന്നെ അത് കഴിഞ്ഞ് ബോഡി പാർട്സ് ഒക്കെ എടുത്തും ബോഡിയിലുള്ള ഓർഗൻസ് എടുത്തും പിന്നെ ബോഡിയെ പാർട്സ് ആക്കി ഒരു ബോക്സിൻ്റെ അകത്താക്കി ഇവിടെ അടുത്തുള്ള ഒരു ഗോഡൗൺ ഇല്ലേ, അവിടെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയെന്നാ പറയുന്നേ. ഗോഡൗണോ? ഏത് ഗോഡൗണാ? ആ മോനെ, ആ സിറ്റി കഴിഞ്ഞിട്ട് ഒരു അമ്പലം ഇല്ലേ, അതിന്റെ അടുത്തുള്ള ഏതോ ഗോഡൗൺ എന്നാ പറഞ്ഞേ. ഓ അവിടെയോ?
നവി, അവിടെയല്ലേ നിങ്ങൾ അന്ന് സെർച്ചിങ്ങിന് പോയത്? അതെ കാർത്തിയേട്ടാ, അവിടെ തന്നെയാ പോയത്. ആ പിന്നെ ന്യൂസിൽ പറയുന്നത് അയാളുടെ മക്കള് തന്നെ സ്വന്തം അച്ഛനെ കൊന്നെന്നാ. കാരണം അയാളുടെ പക്കൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും കിട്ടേണ്ടത് ആരുടെ കൈ കൊണ്ടായാലും അങ്ങേർക്ക് കിട്ടി. എന്നാലും ഇത്ര പെട്ടെന്ന്, അല്ല ഇതാരായിരിക്കും ചെയ്തത്?